ഞങ്ങൾക്കില്ല ജാതി മതം, ഞങ്ങൾക്കില്ല ജാതി മതം, ഞങ്ങൾക്കില്ല ജാതി മതം. ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിധികളുടെ പകർപ്പ് ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ ഏത് കോടതി, സുപ്രീം കോടതിയല്ല, ഇനി പടച്ചതമ്പുരാന്റെ കോടതി എന്ന് പറഞ്ഞാൽ ഞാൻ വെടിവെക്കാൻ ഉത്തരവിടില്ല. അത് എക്സ്ട്രീം കേസിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരാള് കൊല്ലപ്പെട്ടു, അതിനപ്പുറത്തേക്ക് എന്ത് എക്സ്ട്രീം കേസ് വേണമെന്ന് പുള്ളിക്ക് മറുപടിയില്ല. നിലവിലുള്ള നിയമം ആദ്യം നടപ്പിലാക്കൂ, എന്നിട്ട് ഭേദഗതിയിലേക്ക് പോകൂ. ഇപ്പൊ ഭേദഗതി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 1972 നിയമവും ഇന്ത്യയുടെ CRPC നിയമവും, ഈ രണ്ട് നിയമത്തിനനുസരിച്ച് ആ നിയമം ആദ്യം നടപ്പിലാക്കാൻ വേണ്ടി ഈ കൂട്ടർ തയ്യാറാവണം. ഇന്ന് അബ്രഹാം ചേട്ടനാണെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഓരോരുത്തരാണ്. ഇവിടെ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകരെ കുത്തിക്കൊന്നാലും വേണ്ടിയില്ല. ഞങ്ങൾക്ക് വേണ്ടത് മലബാർ വന്യജീവി സങ്കേതത്തിൽ നിന്ന് കിട്ടുന്ന നാലരയാണ് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ തന്നെയാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ പറയുന്നു, നമ്മൾ ഇന്ന് അവിടുന്ന് ഇറങ്ങിപ്പോന്നപ്പോ പറഞ്ഞത്, ഈ കാര്യത്തിൽ തീരുമാനമായി വെടിവെച്ച് കൊല്ലാതെ പോലീസ് ടീം അടക്കം ചെയ്യില്ല എന്ന നിലപാടാണ്. ഉത്തരവ് കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ സമരം അവസാനിപ്പിക്കില്ല, അത് എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഭരണകൂടം ആ ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ട് നമ്മളെ വിഡ്ഢികളാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോരാട്ടം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് 15 മിനിറ്റ് റോഡ് വിരോധിച്ചപ്പോ 5 മിനിറ്റ് കൊണ്ടാണ് 32 പേരെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും സമരസമിതി നേതാക്കളെയും ഉൾപ്പെടെയുള്ള ആളുകളെ 2 മിനിറ്റ് കൊണ്ടാണ് ഇടിവണ്ടിക്കകത്താക്കി നടക്കാവ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. ഞങ്ങൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഭരണകൂടമേ, ആ ആവേശം നിങ്ങൾ ഇന്നലെ കാണിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ മെനയാന്ന് കാണിച്ചിരുന്നുവെങ്കിൽ, കൂരാച്ചും നെല്ലാടിയിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയ സമയത്ത് ഇങ്ങോട്ട് വന്ന വണ്ടികളെ അന്ന് അങ്ങോട്ട് തിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഞങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. ഈ പോലീസുകാരെ ആ മനുഷ്യൻ മരിച്ച് അന്ന് തന്നെ ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ കാട്ടുമൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ കഴിയുമായിരുന്നു. ആർക്കാണ് കാട്ടുമൃഗത്തിന് വെടിവെക്കുന്നതിന് സങ്കടം? അങ്ങനെ സങ്കടമുള്ളവരൊക്കെ കാട്ടിലൂടെ താമസിക്കട്ടെ, മനുഷ്യർ നാട്ടിൽ താമസിക്കട്ടെ. കാട്ടുമൃഗത്തിന് വെടിവെച്ച് കൊല്ലാൻ സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഇനി പാർപ്പിക്കേണ്ടത് ടൗണിലെ മണിമന്ദിരങ്ങളിലല്ല, മറിച്ച് കാട്ടിനുള്ളിലായിരിക്കണം.